ഡൽഹിയിൽ നിന്ന് വീണ്ടും ഡി ധനസുബോധും തൗഫീഖ് അസ്ലവും ചേരുന്നുണ്ട്. ധനസുബോധ്, വീണ്ടും നമ്മൾ ഈ റിസൾട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ, റിസൾട്ടിനെ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം അവിടെ 50% ആളുകളും മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് BJP കാര്യങ്ങൾ അവസാന നിമിഷത്തിൽ കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. 12.75 ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ട എന്ന ആദ്യത്തെ തുറപ്പുചീട്ടിടുന്നു. രണ്ടാമത് ഈ ശമ്പള കമ്മീഷൻ പ്രഖ്യാപനമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 8ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം വന്നത്. അങ്ങനെ പല രീതിയിൽ ലോക്കാക്കുന്ന തരത്തിലേക്ക് BJP കാര്യങ്ങൾ എത്തിച്ചിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകൾ മാറി ചിന്തിക്കാനുള്ളൊരു വലിയ കാരണമായിട്ട് അതിനെ കാണേണ്ടതില്ലേ? ഈ പറഞ്ഞ 50% ഇടത്തരക്കാരും ഈ ഗണ്യമായൊരു കേന്ദ്ര ജീവനക്കാരുമൊക്കെയുള്ള ഒരു വോട്ട് ബാങ്കിൽ അതുണ്ടാക്കിയ ഇഫക്റ്റല്ലേ BJP ഇപ്പോൾ വിളവെടുത്തിരിക്കുന്നത്? BJPയുടെ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് BJPയുടെ ഒരു വിജയം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ, അതായത് വർഷങ്ങൾ മുമ്പ് എടുത്തുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് BJP ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് കഴിഞ്ഞ 2 വിജയങ്ങളിലും 10 വർഷം അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ കഴിയാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആയിട്ട് BJPക്ക് മനസ്സിലായത് കെജ്രിവാളിന്റെ ഒരു വിശ്വാസ്യത, ജനങ്ങളിലുള്ള വിശ്വാസ്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസ്യത തകർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് BJPയുടെ മുന്നിലുണ്ടായിരുന്നത്. ഈ മദ്യനയ അഴിമതിയിലൂടെ ഈ ജയിലിലായതോടുകൂടി തന്നെ ഈ ജനങ്ങളിലുള്ള വിശ്വാസം ഒരു പകുതിയും നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പരോൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ സമയത്ത് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മത്സരിച്ചിട്ട് പോലും ഒരു 50%-ലേറെ വോട്ട് BJPക്ക് നേടാനും അങ്ങനെ ഡൽഹിയിലെ 7 MPമാരെ BJPക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞിരുന്നു. 2014 ഇത്തരത്തിലുള്ള 2019 2014 ഇത്തരത്തിലുള്ള 7 MPമാരെ സ്വന്തമാക്കിയെങ്കിൽ പോലും പിന്നീട് ആ വിജയം മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ആവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതോടൊപ്പം തന്നെയാണ് ഇവരുടെ കൃത്യമായ വോട്ട് ബേസ് ഏതാണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം BJP ചെയ്തത്. കാരണം ഷീലാ ദീക്ഷിത് പറയാറുണ്ട്, ഷീലാ ദീക്ഷിതിന്റെ വസതിക്ക് പിന്നിലുള്ള ഒരു കോളനി, ആ തരത്തിലുള്ള ആ ചേരിയിൽ ഇത്രയും വോട്ടുണ്ടെന്നും അതൊരു വലിയൊരു വോട്ട് വിഭാഗമായി മാറ്റിയെടുത്തു എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. കാര്യം ഈ ചേരി നിവാസികളായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സൗജന്യമായിട്ടുള്ള യാത്ര, സൗജന്യ കുടിവെള്ളം, സൗജന്യ വൈദ്യുതി, 200 യൂണിറ്റ് വരെ ഡൽഹിയിൽ വൈദ്യുതി ഫ്രീ ആണ്. ഈ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ടത് ഇത് ഫ്രീ തുടങ്ങിയ ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നത് അരാജകത്വം സൃഷ്ടിക്കുമെന്നും രാജ്യത്തിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നും രാജ്യത്ത് ഈ നടത്തിയ സംസ്ഥാനങ്ങളെല്ലാം വലിയ തരത്തിലുള്ള സംസ്ഥാനങ്ങൾ സാമ്പത്തിക ഭാരം കൊണ്ട് നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് നാം കാണുന്നത് എന്തൊക്കെയാണോ അരവിന്ദ് കെജ്രിവാൾ ചെയ്തു കൊടുത്തത് ആ കാര്യങ്ങൾ അതുപോലെ തന്നെ കോപ്പിയടിച്ച്, അതാണ് നേരത്തെ മീഡിയ വണ്ണുമായി മനീഷ് സിസോദിയ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആം ആദ്മിയുടെ കോപ്പിയടിയുള്ള ഒരു പ്രകടന പത്രികയാണ് BJP പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ സൗജന്യങ്ങളൊന്നും നിലനിർത്തില്ല എന്ന് മാത്രമല്ല 2100 സ്ത്രീകൾക്ക് അധികാരത്തിലെത്തിയാൽ നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത് 2500 വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യം BJP പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ സൗജന്യങ്ങൾ നിലനിർത്തുക, കൂടുതൽ സൗജന്യം ആം ആദ്മി നടക്കുന്നതിനേക്കാൾ കൂടുതൽ സൗജന്യം ഉറപ്പു നൽകുകയും ചെയ്തു. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ 62% വരെ വരുന്ന 62 മുതൽ 67% വരെയുള്ള ഒരു മധ്യവർഗത്തിന്റെ വോട്ടാണ്. ഈ മധ്യവർഗത്തിന്റെ വോട്ട് കൈക്കലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയായിരുന്നു അവർ നടപ്പാക്കിയ ഈ ആദ്യ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു. ഇതുകൂടാതെ 12 ലക്ഷം വരെ നികുതി വരുമാനമുള്ളവർക്ക് നികുതി വേണ്ടാന്ന് വെക്കുന്നു. ഒരു വീട് വാടകയ്ക്കെടുത്താൽ അത് 6 ലക്ഷം വരെ ആണോ വാർഷിക വരുമാനമെങ്കിൽ അതിന്റെ നികുതി വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ ഒരു ഇടത്തട്ടുകാരായ ഒരു മനുഷ്യർക്ക്, ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ ഒരു പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നയമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അടുത്ത ദിവസം ഇറങ്ങിയ, അതായത് 1-ാം തീയതി ബജറ്റ് വരുന്നു, 2-ാം തീയതി ഇറങ്ങിയ പത്രങ്ങളിൽ ഇത് ഡൽഹിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ബജറ്റാണെന്ന് പറഞ്ഞ് BJP വലിയ പരസ്യങ്ങൾ കൊടുക്കുന്നു. സാധാരണ വേറെ ഏത് പാർട്ടിയാണെങ്കിലും ആ തരത്തിലുള്ള പരസ്യം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് അതൊന്നും ബാധകമായിരുന്നില്ല. അങ്ങനെ ഇടത്തരക്കാരെയും മധ്യവർഗക്കാരെയും താഴെത്തട്ടിലെ ഒരു വിഭാഗത്തിനെയും പിന്നീട് അവർക്കുണ്ടാകുന്ന ഒരു വരേണ്യവർഗത്തിന്റെ വോട്ട് അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഒരുമിക്കുന്നത് തന്നെയാണ്. അതെല്ലാം കൂടി ഈ 3 വിഭാഗ വോട്ടുകളും ഒരുമിച്ച് പിടിക്കാൻ സാധിച്ചതാണ് BJPയെ 27 പറഞ്ഞതുപോലെ ഇന്ന കാരണം കൊണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ വീഴ്ത്താൻ BJPക്ക് മുന്നിൽ നിരവധി കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിലെല്ലാം സക്സസ് ആയി എന്നുള്ളത് കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. BJP ആ